ഡെസ്കിൻ്റെ മേൽ മിഠായി വെച്ച് കൊടുക്കുന്ന മാന്യതയല്ല, ഞാൻ സമ്മതിച്ചു. എന്നാൽ ഡെസ്കിൻ്റെ മേൽ ചാടിക്കേറി സാധനങ്ങൾ നശിപ്പിക്കുന്നതോ? ശിവൻകുട്ടി സാറിനോടാണ് എൻ്റെ ചോദ്യം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിതുൻ ആൻഡ് വെൽക്കം ടു നീറ്റ് 360. ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോടൊരു അപേക്ഷ, നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇന്നലെ പ്രവേശനോത്സവ ദിവസമായിരുന്നു. ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കഴക്കൂട്ടം MLA ആയ വി മുരളീധരൻ കട്ടേല ട്രൈബൽ സ്കൂളിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് മധുരം മിഠായി വിതരണം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ കൊടുക്കുന്നതിന് പകരം അത് കട്ട് ചെയ്ത ഭാഗം വെച്ച് ആ ഡെസ്കിൽ വിതറുകയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഗതി മാധ്യമങ്ങൾ അറിഞ്ഞത് നമ്മുടെ മുൻ MLA, മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. MLAയുടെ ഒരു കയ്യിൽ ഫോണാണ്, മറ്റേ കയ്യിലാണ് ഈ മിഠായികളെല്ലാം വെച്ചൊരു പാക്കറ്റ്. അതിൻ്റെ അറ്റം മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ആ ഒരു മിഠായികൾ മൊത്തം അവിടെ ആ ടേബിളിൽ വിതറുകയാണ് ചെയ്തത്. കുട്ടികൾക്ക് ഇഷ്ടംപോലെ എടുത്തോട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും, തോട്ട് പ്രോസസ്സിലായിരിക്കാം. പുള്ളി ആ ഒരു ഫസ്റ്റ് ഡെസ്കിൽ മാത്രം വെച്ചതിന് ശേഷം ആ പാക്കറ്റ് വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു ആക്ഷൻ്റെ അടുത്ത് എനിക്ക് തീരെ യോജിപ്പില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുട്ടികൾക്കെന്നല്ല ആർക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാലും കയ്യിൽ കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ, അതിൻ്റെ ഒരു രീതി എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തിനാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ആൾക്കാരിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ശിവൻകുട്ടി സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. അദ്ദേഹം എഴുതിയൊരു ലൈൻ ഇതാണ്: കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ് ഇവിടെ ഇത്തരമൊരു മോശം പ്രവണതയ്ക്ക് കൂട്ടുനിന്നതെന്ന് പ്രതിഷേധാർഹമാണ്. സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളോട് കാണിച്ച ഈ വിവേചനം ഒരു തരത്തിലും പൊറുക്കാനാവില്ല. ഈ സംഭവത്തിൽ MLA മാപ്പ് പറയണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആക്ഷൻ, അതായത് ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് മിഠായി കൊടുത്തതിൽ, MLA മിഠായി കൊടുത്തതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. ആ ഒരു ആക്ഷൻ എന്തായാലും അങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ നമ്മളെ ശിവൻകുട്ടി സഖാവ് പറഞ്ഞ ഒരു ഡയലോഗ് ഇതിലുണ്ട്. അതായത് എന്താണ് എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ് അവിടെ ഇത്തരം ഒരു മോശം പ്രവണതയ്ക്ക് കൂട്ടുനിന്നത്. സമൂഹത്തിന് മൊത്തം മാതൃകയാവേണ്ട ശിവൻകുട്ടി സാറ് ഒരു 10-12 കൊല്ലം മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 12-15 കൊല്ലം മുമ്പ് എന്നാണ്. ആ ഒരു സമയത്ത് നിയമസഭയിൽ കാട്ടിക്കുട്ടിയത് നമ്മളൊക്കെ കണ്ടതാണ്. ഡെസ്കിന്റെ മുകളിൽ കയറുന്നു, കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു, വയറുകൾ നശിപ്പിക്കുന്നു, ആൾക്കാർ തൂക്കിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ മാന്യതയൊക്കെ എവിടെയാണ് സാറേ കൊണ്ടുപോയത്? കുറച്ച് പ്രായം എത്തുമ്പോൾ മാത്രമേ ഈ മാന്യതയെക്കുറിച്ച് താങ്കൾക്ക് ഓർമ്മ വന്നുള്ളൂ. സംഭവം 2, ഇതിലും ഹീറോ ശിവൻകുട്ടി സാറാണ്, അതായത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ്. ഈ ഒരു സംഗതിയും ഇന്നലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഇൻസിഡന്റ് തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്കൂളായ അട്ടക്കുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ സ്കൂൾ, ഈ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം ഇന്നലെ പ്രവേശനോത്സവത്തിന് ശേഷം വൈകുന്നേരമാണ് തകർന്നു വീണിരുന്നു ആക്ച്വലി. ഓക്കെ, ആളഭയമൊന്നും ഇല്ല. ഈ ഒരു ബിൽഡിംഗ് നിലവിൽ ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല, സ്റ്റുഡൻസ് ഒന്നും ഇല്ല അവിടെ. പക്ഷെ അവിടെ SSK സർവശിക്ഷ അഭിയാന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റാഫുകളായിട്ട് 10-14 പേരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, സോ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓടും റൂഫും എല്ലാം ഇന്നലെ തകർന്നു വീണിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മുടെ ശിവൻകുട്ടി സാർ പ്രതികരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. 2020-ലും 2025-ലും ഈ ഒരു ബിൽഡിങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. 15 ലക്ഷം രൂപയ്ക്കുള്ള അറ്റകുറ്റപ്പണികളാണ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ബിൽഡിംഗ് ഫിറ്റാണോ, അതിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അവരത് ചെയ്തില്ല എന്നാണ്. ഇതിന് മറുപടിയുമായി തിരുവനന്തപുരം മേയർ VV രാജേഷ് വന്നിരിക്കുന്നത് 15 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണിയല്ല നടത്തിയിരുന്നത്, അതായത് 3 കോടിയോളം രൂപയ്ക്കുള്ള പണിയാണ് ആ ബിൽഡിങ്ങിൽ നടത്തിയിട്ടുണ്ടായത്. ഈ ഒരു അപകടം നടന്നത് അഴിമതി കാരണമാണ്. അതായത് ആ ഫണ്ട് മുഴുവനായിട്ട് ആ ബിൽഡിങ്ങിൽ ചെലവഴിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ഈ വിഷയത്തിൽ വി ശിവൻകുട്ടി സഖാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് ഒരുപാട് പഴക്കമുള്ള കെട്ടിടമാണ്, വീഴ്ച LDFന്റെയോ UDFന്റെയോ കുറ്റമല്ല, പരസ്പരം പഴിചാരേണ്ടതില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി. ഇതേ മുൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായിരുന്നു ആ ഒരു ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി, അതിന്റെ ഫിറ്റ്നസ് എല്ലാം ചെക്ക് ചെയ്യേണ്ടതെന്ന്. എന്തുകൊണ്ട് അപകട നിലയിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തെ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി കോർപ്പറേഷൻ തയ്യാറായില്ല അധികാരത്തിൽ വന്ന ശേഷം? 2, ഈ
കോർപ്പറേഷൻ എങ്ങനെയാണ് അവിടെ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്ലിയറൻസ് കൊടുത്തത്? അല്ലെങ്കിൽ ഓരോ സംഭവത്തെക്കുറിച്ചും പുതിയ ക്യാപ്സൂളുകളുമായി വരാൻ ശിവൻകുട്ടി സാറിന് പ്രത്യേക കഴിവാണ്. കഴിഞ്ഞ 5 കൊല്ലം ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. അതേപോലെ BJP വരുന്നതിന് മുമ്പ് ആരായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് എന്നും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. എന്തായാലും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും ചിരിപ്പിച്ച് അദ്ദേഹം ഇനിയും ആക്റ്റീവായിട്ടിരിക്കട്ടെ. ഇതിനിടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ട മറ്റൊരു പോസ്റ്റാണ്. ഞാൻ ആ ഒരു പിക്ചർ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ ആണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. LP സ്കൂൾ പ്രവേശനോത്സവത്തിന് വരെ ചെഗുവേരയുടെ ഫോട്ടോയും പഠിക്കുക പോരാടുക എന്ന ഫ്ലെക്സും വെച്ച് SFIയുടെ അപാരം തന്നെ.